ഇനി മുതൽ ഇനി മുതൽ എക്സലാൻഡിസിൽ RP കളിക്കണമെങ്കിൽ പോലും ഏജ് എന്ന് പറയുന്നത് 18. ഓക്കെ, നമുക്ക് അത് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ലോങ് റണ്ണിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ആരെയും കളിപ്പിക്കേണ്ടെന്നില്ല, ബട്ട് കുറച്ച് ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് ഇനി മുതൽ എക്സലാൻഡിസിൽ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിൻ്റെയും ഏജ് 18 മുകളിലായിരിക്കണം. അതായത് വെദർ ഗ്യാങ് ഓർ സിറ്റിസൺ ഓർ എന്തും ആയിക്കോട്ടെ, ഇനി മുതൽ എക്സലാൻഡിസിൽ കളിക്കണമെങ്കിൽ വയസ്സ് 18 മുകളിലായിരിക്കണം. 18 താഴെയുള്ള ആർക്കും ഇനി എക്സലാൻഡിസ് കളിക്കാൻ സാധിക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാമെന്ന് നമുക്കറിയത്തില്ല. സോ നമുക്ക് ലോങ് റണ്ണാണ് നമുക്ക് നോക്കാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് ലോങ് റണ്ണിൽ നമുക്ക് ഫീസിബിളായിട്ടുള്ളത് 18+ എന്ന് പറയുന്നൊരു പേജ് അല്ലെങ്കിൽ 18+ എന്ന് പറയുന്നൊരു സാധനമായിരിക്കും ഇനി മുതൽ എക്സലാൻഡിസ് ഉണ്ടായിരിക്കുക. 18 വയസ്സിൽ കുറഞ്ഞ ആർക്കും ഇനി എക്സലാൻഡിസ് കളിക്കാൻ സാധിക്കില്ല. നമ്മൾ അണ്ടർ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവരുടെ വൈറ്റ് ലിസ്റ്റ് റിവോക്ക് ആക്കുന്നതായിരിക്കും. ആർക്കും ബാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഗൈസ്, നിങ്ങൾ വേറൊന്നും കൊണ്ടല്ല, നമുക്കിതൊരു ഹെവി ഹാർട്ടിലാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്, അത് നമുക്കറിയാം. ബട്ട് ആസ് പെർ ഇന്ത്യൻ റൂൾസ് ഈ പറയുന്ന ഗെയിം കളിക്കുന്ന എല്ലാവരുടെയും ഏജ് 18 മുകളിലായിരിക്കണം. ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കുന്നതല്ല, ബട്ട് ഏജ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ എക്സലാൻഡിസ് എന്ന് പറയുന്ന ഒരു സെർവറിൽ കളിക്കണമെങ്കിൽ ഏജ് 18 മുകളിലായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു റീവൈൽ ലിസ്റ്റ് പുഷ് ചെയ്യും. അതായത് എല്ലാവർക്കും ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കും. അതിന് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഫോം ക്രിയേറ്റ് ചെയ്ത് ഒരു 14 days വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും നിങ്ങളുടെ ഏജ് വെരിഫൈ ചെയ്ത് നിങ്ങൾ 18 ആണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ആ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ ഏജ് വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അണ്ടർ ഏജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവിടെ എക്സലാൻഡിസിൽ കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇത് 18+ മസ്റ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു അപ്ഡേറ്റ് എന്തായിരിക്കും എന്നുള്ളൊരു പിടി കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഇനി മുതൽ ഇവിടെ സ്ട്രീം ചെയ്യുന്നവർക്കും നമ്മളൊരു സ്ട്രീമറിൻ്റെ കൺസെൻറ്റ് ഉണ്ടാവും. ആ കൺസെൻറ്റ് അവർ വായിച്ച് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അവർക്ക് ഇവിടെ സ്ട്രീമർ ടാഗ് കിട്ടത്തുള്ളൂ. ഇനി മുതൽ എക്സലാൻഡിസിൽ സ്ട്രീം ചെയ്യണമെങ്കിൽ അവർക്ക് ക്രിയേറ്റർ ടാഗ് മസ്റ്റാണ്. എല്ലാവർക്കും ഈ ക്രിയേറ്റർ ടാഗിന് സബ് കൗണ്ടൊന്നും ഇല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്രിയേറ്റർ ടാഗ് നമ്മൾ തരുന്നതായിരിക്കും. ബട്ട് ആ ടാഗ് തരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഫോം വായിച്ച് എഗ്രി കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റർ ടാഗ് തരുന്നത്. അതായത് എക്സലാൻഡിസിൽ സ്ട്രീം ചെയ്യുന്ന എല്ലാവരും അവരുടെ സ്ട്രീമിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് ആയിരിക്കും ആ ഫോമിൽ ഉണ്ടാവാൻ പോകുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ എക്സലാൻഡിസിൽ സ്ട്രീം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 18+ ടാഗ് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഡിസ്ക്ലെയിമർ കൊടുക്കണം. സെർവർക്ക് ഇപ്പോൾ ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. മീഡിയ ഫയൽ ആഡ്സേഴ്സ് അത് ഫിൽറ്റർ എന്തോ ആഡ് ചെയ്യണം അല്ലേ? ഒന്ന് ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കണം. ഇതിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. ഇതിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റാം. കാണുന്നുണ്ടല്ലേ എന്താണ് ഡിസ്ക്ലെയിമർ എഴുതിയേക്കുന്നതെന്ന്? ഇതല്ല, അവർ സ്വന്തമായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാം. ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഹാപ്പി പേരന്റ് ഡിസിഷൻ കൂടെ നോക്കണം ഗൈസ്. സി, ഇന്ത്യൻ ലോ പ്രകാരം പേരന്റ് കൺസേൺ എന്ന് പറയുന്നൊരു സാധനം വാലിഡ് അല്ല. മനസ്സിലായോ? ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പേരൻ്റ് അല്ല, അല്ലെങ്കിൽ പേരൻ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ മോണിറ്ററിങ്ങിൽ പിള്ളേരെ കളിപ്പിക്കണം. നമുക്ക് അത് പോസിബിളും അല്ല. കാരണം ഇവിടെ അതായത് ഈ ഇന്ത്യൻ റൂൾ പ്രകാരം പേരന്റ് കൺസെൻറ്റ് കൊടുത്ത് നമ്മൾ പ്ലേയേഴ്സിനെ കളിപ്പിക്കുകയാണെങ്കിൽ പോലും
ആ പറയുന്ന പ്ലെയറിനെ നിയമം, അതായത് ലീഗലി ആ പ്ലെയറിനെ അവരൊരു ചൈൽഡായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന 18 വയസ്സിൽ താഴെയുള്ള ആർക്കും ഒരു പേരൻറ് കൺസെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപേണ ഒരു എഗ്രിമെൻറ്റിലോട്ടോ ഇതിലൊന്നിലോട്ടോ അവർക്ക് ഏർപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായത്? നമ്മളിതിൻ്റെ പല സൈഡുകളും നോക്കി, നമ്മൾ ലീഗൽ അഡ്വൈസറിനെ കണ്ടു, അവരോട് കാര്യം സംസാരിച്ചു, നമ്മുടെ കൺസേൺസ് കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തു. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. മനസ്സിലായി? അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ആർക്കും ഒരു നിയമപരമായ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പേരൻറ് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ പേരിലും ഒക്കെ ആയിരിക്കും, അത് പോസിബിൾ അല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് സെർവറിൻ്റെ ഫെയിലിയർ ആണ്. അവർ ഏജ് വെരിഫൈ ചെയ്യാൻ നോക്കി, സെർവറിൻ്റെ ഫെയിലിയർ ആണെന്നുള്ള രീതിയിൽ അത് വരത്തുള്ളൂ. അപ്പോൾ നമുക്കത് പോസിബിൾ ആയിരിക്കത്തില്ല. ഇവിടെ ഏജ് വെരിഫിക്കേഷൻ ഓട്ടോമേറ്റഡ് ആയിരിക്കും. ഒരിക്കലും നമ്മൾ ആരുടെയും ആധാർ കാർഡോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഇനി മുതൽ വാങ്ങില്ല. അത് നമ്മുടെ DPDP ആക്ട് പ്രകാരം അത് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് ഏജ് വെരിഫിക്കേഷൻ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിരിക്കും. ലൈസൻസ്ഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ത്രൂ ആയിരിക്കും നമ്മൾ ഏജ് വെരിഫൈ ചെയ്യുന്നത്. അതിൽ ചില പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. സ്ട്രീമേഴ്സിനുള്ളൊരു അനൗൺസ്മെൻറ്റ് ഓൾറെഡി നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. അതായത് content creation streaming compliance notice. If your stream recorded created content featuring eccentricity, your content must be properly labeled age restricted and marked as 18+. Mature audience only where required. All content must comply the rules and allow Rockstar and CA5M applicable law regarding mature content and online media. Failure to comply may result in removal of creator privilege. We expect all creators representing our community to maintain a compliance and uphold platform standards at all time. Refer the uploaded term of service for more information. 18+ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എക്സലൻസ് കളിക്കാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ച് നമ്മുടെ പ്ലെയർ അക്കൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നിങ്ങളുടെ PL കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആയിരിക്കും. കാരണം ഒരു 500-550 പ്ലേയേഴ്സ് വരെ PL കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. വെടിയോ ഇപ്പോൾ സിനാരിയോസിലോ അല്ലെങ്കിൽ ഒരു ഫയറിങ് എന്താണ് പറയുക, ഒരു 18+ സിനാരിയോസിലോ കിഡ് പേഴ്സുകളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ അവരുടെ കിഡ്പഡ് കളിക്കാൻ പറ്റുന്ന റൈറ്റ്സ് റിമൂവ് ആവുന്നതായിരിക്കും. അവർക്ക് പിന്നെ കിഡ്പഡ് നമ്മൾ സെർവറിൽ പെർമിറ്റ് ചെയ്യത്തില്ല. ഇനി വാർണിങ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. എല്ലാം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് കിഡ്പഡ് കളിക്കുന്നവർ ശ്രദ്ധിച്ച് അറിഞ്ഞു കണ്ട് കളിക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സെർവറിന് പ്രശ്നം വരുന്ന ഒരു കാര്യങ്ങളും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇനിയും അങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കണ്ട് കളിക്കുന്നവർ തന്നെ വിചാരിക്കുക. ലാസ്റ്റ് എന്തുകൊണ്ട് കിഡ്പഡ് കൊടുക്കുന്നില്ല, കിഡ്പഡ് കൊടുക്ക്, കഷ്ടമുണ്ടെന്നൊന്നും പറഞ്ഞ് ദൈവീത് ആരും വരരുത്. നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ തന്നെ അറിഞ്ഞ് കളിക്കുക. നമുക്കിവിടെ കിഡ്പഡ് കളിക്കാനുള്ള റൂൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ അഗെയിൻ വീണ്ടും പറയുന്നു, നമ്മളിവിടെ ഒരു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മുടെ കണ്ടന്റുകളും കാര്യങ്ങളും എല്ലാം 18+ ആയതുകൊണ്ട് തന്നെ ഇനി എക്സ്ലാൻഡീസ് എന്ന് പറയുന്ന സെർവറിൽ 18 വയസ്സിൽ താഴെയുള്ള ആർക്കും കളിക്കാൻ സാധിക്കില്ല. നമ്മൾ മാനുവലി ഇന്ന് തൊട്ട് നാളെയൊക്കെ ആയിട്ട് എല്ലാ അണ്ടർ ഏജ് ആൾക്കാരുടെയും വൈറ്റ് ലിസ്റ്റ് റിവോക്ക് ആവുന്നതായിരിക്കും. അതേപോലെ ഗ്യാങ്ങിൽ കളിക്കുന്ന എല്ലാ മെമ്പേഴ്സിനോടും ക്ലിയർ കട്ടായിട്ട് പറയും, അണ്ടർ 18 ആയിട്ടുള്ള എല്ലാ പ്ലെയേഴ്സിൻ്റെയും റിമൂവ് റിക്വസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇത് കമ്പൽ അല്ലെങ്കിൽ ഇത് ചെയ്യാത്ത പക്ഷം ഞങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗ്യാങ്ങുകൾക്കും ആക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും, അതേപോലെ പ്ലെയേഴ്സിനും ആക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏത് ഗ്യാങ് ആണോ പ്ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് 18 ബിലോ ആയിട്ടും അവരുടെ ഗ്യാങ്ങിൽ കളിപ്പിക്കുന്നത് നമ്മളായിട്ട് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാങ് ഡിസ്മിസ് ആയിരിക്കും. അതിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കത്തില്ല. അത് ഏത് ഗ്യാങ് ആണേലും നമുക്ക് ഡിസ്മിസ് തന്നെ അടിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ. സെക്കൻഡ് തിങ്, ഫോമ്. അതായത് നിങ്ങൾ ഏജ് 18 ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടത്, നിങ്ങളുടെ ഏജ് 18 ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം വരുന്നതായിരിക്കും. ആ ഫോമിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏജ് വെരിഫിക്കേഷൻ നടത്തി ഒരു റോള് കിട്ടുന്നതായിരിക്കും. വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഫോം വന്നു കഴിഞ്ഞാൽ 14 ദിവസം നിങ്ങൾക്ക് ഏജ് വെരിഫൈ ചെയ്യാനുള്ള സമയം തരുന്നതായിരിക്കും. 14 ദിവസത്തിന് ശേഷം വെരിഫൈ ചെയ്യാത്ത എല്ലാവരുടെയും വൈറ്റ് ലിസ്റ്റ് റിവോക്ക് ആവും. വെരിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും എക്സ്ലാൻഡിസിൽ കളിക്കാൻ പറ്റുക. API അടിച്ചത് ഇപ്പം ആക്കുമെന്നോ? ഇങ്ങനെ ഇപ്പം ആക്കുമെന്നോ? നമ്മൾ കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും റിയാക്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അപ്രൂവ് ആകാൻ വേണ്ടിയിട്ട്. ഫോം ഒരു 2 to 3 ഡേയ്സിൽ വരുന്നതായിരിക്കും. മുച്ചറി 18+ ആണ്, 19 ആകുമെന്നോ? ടർഫ് അപ്ഡേറ്റ്
ഗൈസ് ഈ സേഫ് സോൺ കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിരിക്കുന്നത് കറണ്ട് സിനാരിയോസ് പോകുന്നതുകൊണ്ടാണ്. ഇത് സോർട്ട് ആയത് ഉടനെ ടർഫ് കാര്യങ്ങളെല്ലാം റിസീവ് ചെയ്യുന്നതായിരിക്കും. ടർഫ് വേണമെങ്കിൽ നമുക്ക് നാളെ നടത്തണമെന്ന് പറഞ്ഞാൽ നാളെ നടത്താം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഗ്യാങ്ങുകളിൽ നിന്നും അണ്ടർ 18 ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഗ്യാങ്ങുകളോട് പറയണം. അല്ലെങ്കിൽ ഒരു ഇത് അനൗൺസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യണം. അവർ എല്ലാം ബിലോ 18 ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനെ അവർ റിമൂവ് ചെയ്യട്ടെ. ഒരു 2 days ടൈം, 48 hours അവർ ടൈം കൊടുക്കാം. അപ്പോൾ 48 hours അവർ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു മെയ് 1 ടർഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇന്നെന്താ ദിവസം? ഇന്ന് വെനസ്ഡേ അല്ലേ? അപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ 2 ദിവസം അവർക്ക് ടൈം കൊടുക്കാം. സാറ്റർഡേക്ക് നമുക്ക് ടർഫ് റിസീവ് ചെയ്യാം. അപ്പോൾ സാറ്റർഡേ സൺഡേ ആയിട്ട് ടർഫ് വെക്കാം. ഓക്കെ, സ്റ്റിയറിംഗ് വീൽ വന്നില്ല, മറ്റന്നാളെ വരത്തുള്ളൂ. മെയ് അല്ല, June 1. സോറി, മൈ ബാഡ്. June 1 വെക്കാം. മൈ ബാഡ്. ചാറ്റ് അണ്ടർ 18 സിറ്റിസൺ കളിക്കാൻ പറ്റുമോ? ഇല്ല, സിറ്റിസൺസിന് കളിക്കാൻ പറ്റത്തില്ല. എക്സ്ലാൻഡേഴ്സിൽ ഇനി എബോ 18 മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. ഐ എം റിയലി സോറി ഗൈസ്, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യൻ റൂള് ഇങ്ങനെയാണ്. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്, നമ്മൾ സർവർ ഇന്ത്യയിലാണ്. സോ നമുക്ക് ഇവിടുത്തെ റൂള് പാലിച്ച് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ കറൻ്റ്ലി നമുക്ക് എക്സ്ലാൻഡേഴ്സിൻ്റെ ലോങ് റണ്ണിന് വേണ്ടിയിട്ട് നമുക്കിത് തീരുമാനിച്ചേ പറ്റത്തുള്ളൂ. ഓൾറെഡി ലീഗലി ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. മെയിൻലി 3 സർവേഴ്സിൻ്റെ പേരിലാണ് വന്നിരുന്നത്: എക്സ്ലാൻഡേഴ്സ്, സിയോൺ സിറ്റി ആൻഡ് പാതിരാത്രി. സോ നമുക്ക് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് വേറെ നിവർത്തിയില്ല, അതാണ് സത്യം. പേരൻറ്റ് കൺസെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല. ദയവേത് നിങ്ങൾ ആരങ്ങനെ വിചാരിക്കരുത്. ഇതാണ് പറഞ്ഞത്. ഓൾറെഡി അണ്ടർ 7 ആർക്കും പേരൻറ്റ് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ പോലും കളിക്കാൻ പറ്റത്തില്ല. അത് ലീഗലി വാലിഡ് അല്ല. അത് സർവറിനായിരിക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇഷ്യൂ വരുന്നത്. സോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ എടുത്തു വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പേരൻറ്റ് കൺസെൻറ്റും അക്സെപ്റ്റബിൾ അല്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ പേരൻറ്റ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ പേരൻ്റ് പ്രോപ്പറായിട്ട് ഒരു മുദ്രപത്രത്തിൽ അവർക്ക് അവരുടെ മോനെ അവരുടെ ഉത്തരവാദിത്വത്തിൽ കളിപ്പിച്ചോളാം എന്ന് ഒരു മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തന്നാൽ, അത് റിട്ടേൺ ബൈ ഒറിജിനൽ സാധനം ഒപ്പിട്ട് തന്ന് അത് മോൻ്റെ പേരിലല്ല, ആ പേരൻറ്റിൻ്റെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ പേരൻ്റ് പറയുന്ന സമയത്ത് മാത്രം ആ അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതിൻ്റെ ലീഗൽ സൈഡ് നമ്മുടെ ലീഗൽ അഡ്വൈസറിനോട് ചോദിച്ച് അതിൻ്റെ കൺഫർമേഷൻ വാങ്ങിയതിന് ശേഷം അത് പോസിബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് പെർമിറ്റ് ചെയ്യാം.